ഗോൾസ് ഓഫ് ഫുട്ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയെക്കുറിച്ചാണ്. അർജന്റീനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ എതിരാളികളെക്കുറിച്ചും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് അവർ ഗ്രൂപ്പ് ജെയിലാണ് വരുന്നത്. അവരുടെ എതിരാളികൾ എന്ന് പറയുന്നത് ജോർഡാൻ ആൻഡ് അൾജീരിയ ആൻഡ് ഓസ്ട്രിയ എന്നീ ടീമുകളാണ്. ഇനി അർജന്റീനയുടെ വേൾഡ് കപ്പിലെ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ അവർ ടോട്ടൽ 6 ഫൈനലുകൾ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട്. അതിൽ 3 തവണ ചാമ്പ്യന്മാരായി. അതുപോലെ അവരുടെ നിലവിലെ ഫിഫ റാങ്കിങ് വരുന്നത് 3ആണ്. ഈ അർജന്റീനയുടെ മറ്റൊരു സവിശേഷതയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച 17 താരങ്ങൾ ഇപ്പോഴും ടീമിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ കോച്ച് എന്ന് പറയുന്നത് ലയണൽ സ്കലോണിയാണ്. അതായത് ലയണൽ സ്കലോണി വന്നതിന് ശേഷം അർജന്റീന മികച്ച പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലയണൽ സ്കലോണിയുടെ കീഴിൽ ഏകദേശം ഇപ്പോൾ തന്നെ 4 കിരീടങ്ങൾ നേടിക്കഴിഞ്ഞു. അതായത് ഒരു വേൾഡ് കപ്പ്, 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനൽസ് അങ്ങനെ നേടിക്കഴിഞ്ഞു. പിന്നെ അതുപോലെ ലയണൽ മെസ്സിയുടെ ഫോം എടുക്കുകയാണെങ്കിൽ ഇന്റർ മിയാമിയിൽ ഇതുവരെ 21 ഗോൾ കോൺട്രിബ്യൂഷനുമായി ഇപ്പോൾ സീസണിൽ നിറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം അമേരിക്കൻ ലീഗൊക്കെ ആണെങ്കിൽ പോലും ലയണൽ മെസ്സി അർജന്റീനയിൽ എത്തുമ്പോൾ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇനി നമ്മൾ ലയണൽ സ്കലോണിയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹം 2006 അർജന്റീനയുടെ സബ്ബായിരുന്നു. അതിനുശേഷം അദ്ദേഹം അസിസ്റ്റന്റ് മാനേജർ ആവുകയും അർജന്റീനയ്ക്ക് വേണ്ടി അസിസ്റ്റന്റ് മാനേജിംഗ് കരിയർ ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം സാംപോളി അർജന്റീനയുടെ ചാർജ് എടുത്തതിന് ശേഷം അത്ര മികച്ച പെർഫോമൻസ് അല്ല അർജന്റീന കാഴ്ചവെച്ചിരുന്നത്. അതായത് 2018 വേൾഡ് കപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ അർജന്റീന ഭൂലോക പരാജയമായിരുന്നു. അതിനുശേഷം ലയണൽ സ്കലോണി അർജന്റീനയുടെ കോച്ചിങ് കരിയർ ഏറ്റെടുത്തു. അതിനുശേഷം മികച്ച ഇമ്പാക്റ്റുകൾ അർജന്റീന ഉണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. അതുപോലെ അർജന്റീന ടീമിൽ സ്കലോണി ഉണ്ടാക്കിയെടുത്ത കെമിസ്ട്രി അപാരമാണ്. അതായത് താരങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു സംഭവം തന്നെയാണ്. ഇനി അർജന്റീനയുടെ ഇത്തവണത്തെ സ്ക്വാഡ് എടുക്കുകയാണെങ്കിൽ മികച്ച താരങ്ങൾ തന്നെ അവർക്കുണ്ട്. മികച്ച കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ മികച്ച ഡിഫൻസ് ഉണ്ട്, മികച്ച മിഡ്ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ മികച്ച സ്ട്രൈക്കേഴ്സും അവർക്കുണ്ട്. അതിൽ തന്നെ ഗോൾ കീപ്പേഴ്സായിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് ജിയോവാനി മുസ്സോ, അതുപോലെ എമിലിയാനോ മാർട്ടിനസ്, അതുപോലെ ജെനുമോ റോഡ്രി. ഇതിൽ തന്നെ അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ എമിലിയാനോ മാർട്ടിനസ് ഇടം പിടിക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിൽ ക്യൂട്ടി റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ഓട്ടോമെൻഡി, നെഹുൽ മൊളീന, ഗോൺസാലോ മോണ്ടിയൽ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിക്കോളാസ് ഓട്ടോമെൻഡിയും അതുപോലെ ക്യൂട്ടി റൊമേറോയും, ലെഫ്റ്റ് ബാക്കായിട്ട് നിക്കോളോ ടാഗ്ലിയോഫിക്കോയും, റൈറ്റ് ബാക്കായിട്ട് മൊളീനയും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. അർജന്റീനയുടെ മിഡ്ഫീൽഡ് എടുക്കുകയാണെങ്കിൽ മികച്ച താരങ്ങൾ തന്നെ അവർക്കുണ്ട്. ജിയോവാനി ലോസൽസയെ പോലെയുള്ള, അല്ലെങ്കിൽ ലോഡ്രിഗോ ഡീപോളിനെ പോലെയുള്ള, മാക്ലിസ്റ്ററെ പോലെയുള്ള മികച്ച താരങ്ങൾ അവർക്കുണ്ട്. ഇതിൽ മാക്ലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് എന്നൊക്കെ പറയുന്നത് സീസണിൽ ഇപ്പോൾ മോശമല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളത് അർജന്റീനയ്ക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. ഇവരെ കൂടാതെ വാലന്റീന ബാർക്കോ, അതുപോലെ എസക്കിയൽ പലാസിയോസ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അർജന്റീന ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ അവരുടെ സ്ട്രൈക്കറുടെ പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ സാക്ഷാൽ ലയണൽ മെസ്സിയും കൂടെ ലൗതറോ മാർട്ടിൻസും, ഹൂലിയൻ അൽവാരസും, അതുപോലെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു വിസിറ്റ് കൂടി അർജന്റീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ജോസോ മാനുവൽ ലോപ്പസ് എന്ന് പറയുന്ന ഒരു താരമുണ്ട്. അതായത് ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന പാൽവിഡസിന് വേണ്ടി കളിക്കുന്ന താരമാണ്. മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു താരം തന്നെയാണ്. ഇനി അവരുടെ ഫോർമേഷൻ എങ്ങനെ വരുമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു 4-4-2 ഫോർമേഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിൻസ്, ഡിഫൻഡേഴ്സിൽ ഒട്ടാമെൻഡിയും ലിസാൻഡ്രോ മാർട്ടിൻസും, അതുപോലെ ലെഫ്റ്റ് ബാക്കായിട്ട് നിക്കോളോ ടാഗ്ലിയോഫിക്കോ, റൈറ്റ് ബാക്കായിട്ട് നെഹുൽ മൊളീന, അതുപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ കാറ്റഗറിയിൽ അലക്സിസ് മാക്ലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും, ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് ഗുലിയാനോ സിമിയോണിയും, റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് തിയാഗോ അൽമേഡയും, സെൻട്രൽ സ്ട്രൈക്കറായിട്ട് ഹൂലിയൻ അൽവാരസും, തൊട്ട് ഇപ്പുറത്തായിട്ട് ഡീപ് ലൈൻ മോഡലായിട്ട് ലയണൽ മെസ്സിയും ഇറങ്ങാനാണ് സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അർജന്റീനയുടെ ആദ്യത്തെ എതിരാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അൾജീരിയയാണ്. സാക്ഷാൽ റിയാദ് മെഹ്റസിൻ്റെ, അതുപോലെ ഓസം ഓവറിൻ്റെ, അതുപോലെ റയാൻ ഐത്നൂറിയുടെ അൾജീരിയ. മികച്ചൊരു ടീം തന്നെ അൾജീരിയ ഉണ്ട്. അവരുടെ നിലവിലെ ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത് 28ാം സ്ഥാനത്താണ്. പിന്നെ അൾജീരിയയുടെ കാര്യം പറയുകയാണെങ്കിൽ അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 3 കളികൾ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ടീമായ ജോർഡാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് 2 മികച്ച താരങ്ങളാണ്. അതായത് യൂറോപ്പിൽ കളിക്കുന്ന 2 മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അതിൽ തന്നെ മൗസ തമാരി എന്ന് പറയുന്ന ഒരു
മികച്ചൊരു സ്ട്രൈക്കർ അവർക്കുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് ലീഗിൽ റന്നേഴ്സിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 15 ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. പിന്നെ അതുപോലെ ജോർഡാന്റെ ഫിഫ റാങ്കിങ് വരുന്നത് 63-ാം റാങ്കിലാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോർഡാൻ മൊറോക്കോ മത്സരം അറബ് കപ്പിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ മൊറോക്കോയെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കൊണ്ട് കീഴടക്കാൻ ജോർഡാൻ ശ്രമിച്ചിരുന്നു. സ്വാഭാവികമായും 3-2 അന്ന് ജോർഡാൻ പരാജയപ്പെടുത്തിയിരുന്നത്. പക്ഷെ അന്ന് മികച്ചൊരു മത്സരം ജോർഡാൻ കാഴ്ചവെച്ചിരുന്നു. അങ്ങനെയുള്ള മത്സരങ്ങൾ വേൾഡ് കപ്പിൽ ജോർഡാന്റെ ഭാഗത്തു നിന്ന് വന്നാൽ അട്ടിമറികൾ പ്രതീക്ഷിക്കാം. ഇനി ഓസ്ട്രിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഗ്രൂപ്പിൽ അർജന്റീനയ്ക്ക് ഏറ്റവും കടുത്ത വെല്ലുവിളി ഉണ്ടാക്കുന്നത് ഓസ്ട്രിയയായിരിക്കും. അതിൽ തന്നെ എടുത്തു പറയേണ്ടത്, യൂറോപ്പിൽ തന്നെ ഓസ്ട്രിയ ഒരുപാട് എതിരാളികളെ അട്ടിമറിച്ചിട്ടുണ്ട്. പോർച്ചുഗൽ, സ്പെയിൻ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ അട്ടിമറിച്ച ചരിത്രം ഓസ്ട്രിയക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ സൂപ്പർ താരങ്ങളാണ് ഡേവിഡ് അലാബ, മർസൽ സാബിസ്ലർ, അർണാഡോവിച്ച് ഇങ്ങനെയുള്ള മികച്ച താരങ്ങളും അവർക്കുണ്ട്. അവരുടെ ഫിഫ റാങ്കിങ് വരുന്നത് 24-ാം റാങ്കിലാണ്. പിന്നെ അവർ അവസാനം കളിച്ച 5 കളികളിൽ 4 മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് അവർ കളിച്ച 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ അവർ വിജയിച്ചു എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് അർജന്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായും അതുപോലെ ഓസ്ട്രിയ 2ാം സ്ഥാനക്കാരായും യോഗ്യത നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗ്രൂപ്പ് ജെയെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള അവലോകനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. അതുപോലെ മറ്റൊരു ഗ്രൂപ്പിന്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി.